കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐക്കണിനെ അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള ഒരു ലീഡറായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന മണ്ഡലം അദ്ദേഹത്തിന്റെ 2011 തെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണ്. എന്നും വട്ടിയൂർക്കാവ് അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി ആയി എത്തുമ്പോൾ ഞാൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും വട്ടിയൂർക്കാവിലെ അനുഭാവികൾക്കും യാതൊരു രാഷ്ട്രീയവും ഇല്ലാത്ത വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു അവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലീഡർ കെ മുരളീധരൻ. ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മരുതൻകുഴിയിലുള്ള പുതിയ മരുതൻകുഴി കേശവപുരം പാലം, കുലശേഖരം പാലത്തിന്റെ സകലമാന പ്രൊസീജിയറുകളും എല്ലാം നടത്തി അത് പണി ഏതാണ്ട് തുടങ്ങി വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മറ്റൊരു രാഷ്ട്രീയ ദൗത്യവുമായി, അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് അദ്ദേഹം പോകുന്നത്. അതുപോലെ തന്നെ നെട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപം, അതുപോലെ ഷൂട്ടിംഗ് കേന്ദ്രം, നെട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഷൂട്ടിംഗ് കേന്ദ്രം അടക്കം എത്രയോ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം. ഇപ്പം നമ്മുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഗ്രേഡിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് അദ്ദേഹം സത്യത്തിൽ മറ്റൊരു ദൗത്യവുമായി ഇവിടുന്ന് പോകുന്നത്. അപ്പൊ വികസനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വികസനത്തിന് ആദ്യ വാക്ക് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ ആണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും, ഈ നമ്മുടെ പ്രളയകാലത്ത്, അതായത് 2018 അതിനു മുമ്പ് വളരെ മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോ വട്ടിയൂർക്കാവിന്റെ ഒരു പ്രദേശം, മരുതൻകുഴിയുടെ ഒരു പ്രദേശം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും അതിനുശേഷം തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് അവിടെ കൃത്യമായി കോൺക്രീറ്റ് ബണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രതിസന്ധിയിലാകുന്ന മനുഷ്യരെ അവർക്കൊപ്പം നിന്ന് അവരുടെ മനസ്സറിഞ്ഞ് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ജനകീയ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരാളുടെ ഒരു വിയോഗം ഉണ്ടാകുന്ന ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിലുണ്ട്, സന്തോഷത്തിലാണെങ്കിൽ സന്തോഷത്തിലുണ്ട്. ഇനി എന്തിന് അദ്ദേഹം വടകരയിലെ MP ആയി പാർട്ടി നിർദ്ദേശപ്രകാരം അവിടെ പ്രവർത്തിക്കുന്ന സമയത്തും എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അദ്ദേഹം തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവില് എല്ലാ വീടുകളും, ഈ പറയുന്ന വീടുകളിലൊക്കെ സന്ദർശിച്ച് അവർക്കൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം MLA ആയി നിൽക്കുന്ന സമയത്തും MLA അല്ലാതിരിക്കുന്ന സമയത്തും എങ്ങനെയാണോ ഒരു MLA, ജനകീയ MLA, ജനപ്രതിനിധി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടത്തോടുകൂടി പറയാം, വട്ടിയൂർക്കാവിലെ ജനങ്ങളെ വെച്ച് ഒരു ബിസിനസ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് നിലവിലെ MLA പോയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെയാണ് ഒരു സെല്ലിംഗ് പോയിന്റ് ആക്കുന്നത്. ഇപ്പൊ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോൺട്രവേഴ്സീസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്കുളം അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിലെ കണ്ണാടി പാലം നിർമ്മിച്ചതിൽ വന്നിട്ടുള്ള അഴിമതിയാണ്. ആദ്യം 10 ലക്ഷം രൂപ വിറ്റുവരവുള്ള ഒരു സ്ഥാപനത്തിന് ലഭിക്കുന്ന കരാറ് 2019, 20, 21 വർഷങ്ങളിലെ ടാക്സ് രേഖകൾ അടക്കം സമർപ്പിച്ചാൽ മാത്രം ആ ടെൻഡറിന്റെ ഭാഗമാകാൻ പ്രീ ക്വാളിഫിക്കേഷൻ കരസ്ഥമാക്കും എന്നുള്ള ഒരു കണ്ടീഷനുള്ള സാഹചര്യത്തിൽ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡിന്റെ സെക്രട്ടറി MLA അംഗവും പ്രൊമോട്ടറുമായി പ്രവർത്തിക്കുന്ന വൈപ്കോസിന് ഇളവ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ഈ ടൂറിസത്തിന് കത്ത് നൽകുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കരാർ അനധികൃതമായിട്ട് അവർ സ്വന്തമാക്കുന്നു. ആ കരാർ നടപ്പിലാക്കിയതിനു ശേഷം അതിന്റെ പേരിൽ ടൂറിസത്തിന്റെ അക്രഡിറ്റഡ്
അഡ്വഞ്ചർ സർവീസ് പ്രൊവൈഡർ എന്നുള്ള സർട്ടിഫിക്കറ്റ് അവര് കരസ്ഥമാക്കുന്നു. അത് പ്രീ ക്വാളിഫിക്കേഷനായി വരുന്ന രണ്ടാമത്തെ ബൃഹത് പദ്ധതി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 96 ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് അവർ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഇൻകം, ഒരു ആനുവൽ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് 4 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം കൊണ്ട് 20 കോടിയിലധികം രൂപ ഒരു എന്താ പറയാ അതിലൊരു ബിസിനസ് ആക്ടിവിറ്റിയിലൂടെ നേടാൻ പറ്റുന്നത്. 1 കോടിയിൽ താഴെ ഇൻവെസ്റ്റ്മെന്റും 5 വർഷം കൊണ്ട് 20 കോടിയിൽ അധികം ലാഭം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നുള്ളതാണ് ആ ബിസിനസ് മോഡലിന്റെ പ്രത്യേകത. അത് BOT അടിസ്ഥാനത്തിൽ, ബിൽഡ് ഓപ്പറേറ്റ് ട്രേഡ്. അപ്പോൾ ഈ വൈപ്കോസിന് ഏതാണ്ട് 80% അതിന്റെ പ്രോഫിറ്റ് എത്തും എന്നുള്ളതാണ് ആ ഒരു ഡീലിന്റെ സവിശേഷത. അപ്പോ അനധികൃതമായി സകല നിയമങ്ങളും കാറ്റിൽ പറത്തി ആദ്യത്തെ കരാറ് സ്വന്തമാക്കുന്നു. അതിലൂടെ രണ്ടാമത് അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡർ ആണെന്ന് പറഞ്ഞ ടൂറിസത്തിന്റെ സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് രണ്ടാമത് പ്രീ ക്വാളിഫിക്കേഷനുള്ള യോഗ്യത, അതായത് അനധികൃതമായി കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് പ്രീ ക്വാളിഫിക്കേഷൻ യോഗ്യത നേടുകയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കണ്ടീഷൻസും. ഗ്ലാസ് ബ്രിഡ്ജ്, വട്ടിയൂർക്കാവിലെ MLA ഗ്ലാസ് ബ്രിഡ്ജ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പോയി. വെയിലടിച്ച് ഗ്ലാസ് ബ്രിഡ്ജ് പൊട്ടുന്നത് ലോകത്ത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോ NITയിൽ നിന്ന് വിദഗ്ധർ വന്ന് പഠനം നടത്തിയിട്ട് പോലും അവർ പറയുന്നത് അത് റീഇൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ആധുനികമായി പണി കഴിപ്പിക്കുന്ന വലിയ വീടുകളിൽ പല വീടുകളിലും ഗ്ലാസ് ബ്രിഡ്ജ് പണിയുന്നുണ്ട്. എന്തിന്? നമ്മുടെ വീടുകളിലെ ഹാൻഡ് റെയിലില് ഈ പറയുന്ന പോലെ നമ്മൾ ഗ്ലാസ് കൈവരികൾ വെക്കാറുണ്ട്. ഇതൊന്നും പൊട്ടിപ്പോവാറില്ല. പക്ഷെ ആയിരക്കണക്കിന് ജനങ്ങൾ കയറി നടന്നു പോകേണ്ട അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പണിതിരിക്കുന്ന ആ ഗ്ലാസ് ബ്രിഡ്ജ് ജനങ്ങൾ നടന്നു തുടങ്ങുന്നതിന് മുമ്പേ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണനിലവാരം എന്തായിരിക്കും എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ആദ്യം തന്നെ പൊട്ടിപ്പോയപ്പോ ആരോ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാണ് എന്ന് പറഞ്ഞ് വ്യാജ പരാതി പോലീസിൽ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇന്ന് ഒരുവിധം വീടുകളിലൊക്കെ ടഫ് ആൻഡ് ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർ ആയിട്ടും സ്ലൈഡിംഗ് വിൻഡോ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അത് പൊട്ടുമോ? അത്രയും മോശം ടഫ് ആൻഡ് ഗ്ലാസ് നമ്മുടെ ഒന്നും വീടുകളിൽ പോലും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പൊ എങ്ങനെയാണ് ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് പേർ നടന്നു പോകേണ്ട ഒരു പാലത്തിന് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഗ്ലാസ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? NIT തന്നെ പഠനം നടത്തി അത് റീഇൻഫോഴ്സ് ചെയ്യണം എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതുമാണ്. അപ്പോ ഇതിനെപ്പറ്റി MLAയോട് ചോദിക്കുമ്പോ അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റ്, ഈ കണ്ണാടി ആവുമ്പോ അതിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും, അത് തന്നെയാണ് അതിന്റെ പൊട്ടാനുള്ള സാധ്യത, അതാണ് അതിന്റെ സാഹസികത എന്ന് അദ്ദേഹം പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹം ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണോ, അദ്ദേഹം സ്വയം വിഡ്ഢിയായി അഭിനയിക്കുകയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം പറയുന്നു പൊട്ടാത്ത പാലമാണ് വേണ്ടതെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് പാലം പണിതാൽ മതിയല്ലോ എന്ന്. അപ്പൊ ആ ബൈറ്റ് ഇന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്ന് പരതി നോക്കിയാൽ മതി, യൂട്യൂബിലൊന്ന് പരതി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവൻ വെച്ച് പൈസയ്ക്ക് വേണ്ടി പന്താടിയ, അഴിമതി നടത്തിയ ഒരു ജനപ്രതിനിധി അതിന് വട്ടിയൂർക്കാവിലെ ജനങ്ങളെ ഒരു കച്ചവട വസ്തുവാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ജനങ്ങൾ യഥാർത്ഥ മുഖം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തിരിച്ചറിയണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. തെളിവുകളെല്ലാം നിങ്ങൾക്ക് ഒരു വിളിപ്പാടകലെ വിജിലൻസിന് നമ്മൾ കൊടുത്ത പരാതിയിലടക്കം എല്ലാ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട്. പ്രൊമാഫേസി കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിജിലൻസ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ എല്ലാ നന്മ മരങ്ങളല്ല എന്നുള്ളത് മാത്രം ഈ കപട മുഖവുമായി നടക്കുന്നവരെ ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. ആ തിരിച്ചറിവിന്റെ തുടക്കമാണ് ഈ കണ്ണാടിപ്പാലം. MLA ബ്രോയല്ല, കണ്ണാടിപ്പാലം ബ്രോയാണെന്ന് ജനങ്ങളോട് എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുദർശനും, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മുൻ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ, KPCCയുടെ സമന്വിതരായിട്ടുള്ള നേതാക്കൾ, വൈസ് പ്രസിഡന്റ് ശ്രീ ബാലമുരളി, മുൻ DCC പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ കെ മോഹൻകുമാർ, ശ്രീ പീതാംബരക്കുറുപ്പ്, പ്രിയപ്പെട്ട ബാബു, ശ്രീ ലക്ഷ്മി KPCC ജനറൽ സെക്രട്ടറി ശ്രീമതി ലക്ഷ്മി, ഈ വേദിയിലെ UDFന്റെ കോൺഗ്രസിന്റെയും പ്രഗത്ഭരായ നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രവർത്തിക്കുന്നത്, ഇന്നലെ ഇന്നുമായിട്ട് 8ാമത്തെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഓരോ സമ്മേളനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോ മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുള്ള UDF അനുകൂല കാറ്റ് കേരളത്തിൽ UDF തരംഗമായിട്ട് ആഞ്ഞൊഴുകാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എഴുതി വെച്ചു. ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷൻ കഴിയും. അത് കഴിഞ്ഞ് 20 ദിവസം കാത്തിരിക്കണം. മെയ് 4-ാം തീയതി കൗണ്ടിംഗ് ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ആവട്ടെ. കാരണം വളരെ കുറച്ച് പ്രചരണം കൊടുത്താൽ UDF എങ്ങാനും തോറ്റു പോയാലോ എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് തീരുമാനിച്ച തീരുമാനം ദിവസം കൊണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മാറ്റാൻ പോകുന്നുണ്ടായിരുന്നു. ഈ കൺവെൻഷൻ കാണുമ്പോൾ ഒരു കാര്യം ജനങ്ങൾ പുറത്തേക്ക് പറയാം. വട്ടിയൂർക്കാവിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ജനപങ്കാളിത്തമുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിങ്ങൾ സമ്മതിക്കില്ല. അത് അപൂർവല്ലേ? ഇതല്ലേ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം. ഞാൻ നേരത്തെ പറഞ്ഞ UDF അനുകൂല കാറ്റായിരിക്കും. 100-ലധികം സീറ്റുമായി കേരളത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഐക്യ മുന്നണിയുടെ ട്രഷറി ബെഞ്ച് സംവിധാനം കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വൻ ഒരു വ്യത്യാസമില്ല. അദ്ദേഹം മുൻപ് ജയിച്ചപ്പോഴും കേരളം UDFന്റെ കയ്യിലായിരുന്നു. ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം വിജയിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വൻ ഭൂരിപക്ഷമുള്ള UDFന്റെ ട്രഷറി ബെഞ്ചിലേക്ക് ആ ട്രഷറി ബെഞ്ചിൽ നയിക്കുന്നവരുടെ ഒരാളായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കേവലം ഒരു MLA ആയിരിക്കില്ല വട്ടിയൂർക്കാവ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. വട്ടിയൂർക്കാവിന്റെ വികസനം അദ്ദേഹം MLA ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഇനിയുള്ള 5 വർഷക്കാലം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളായാലും ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളായാലും അതിൽ സർക്കാരിന്റെ കൈവപ്പോടുകൂടി നടത്താൻ കഴിയുന്ന ഒരാളായിട്ട് ശ്രീ കെ മുരളീധരൻ അവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ ജനമനസാക്ഷി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് 10 കൊല്ലക്കാലമായി ഈ നാട് ദുരിതപൂർണമാക്കിയ ഒരു സർക്കാരിനോടുള്ള ഗുഡ് ബൈ പറയുക എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിരോധാഭാസം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ TV തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒരു വേറെ ചിത്രമാണ്. നമ്മൾ നാട്ടിലിറങ്ങിയാൽ കാണാൻ കഴിയുന്നത് വേറെ ചിത്രമാണ്.
ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് ജനങ്ങളെ എതിർപക്ഷത്താക്കിക്കൊണ്ട് സ്വയം വികൃതമായിട്ടുള്ള പിണറായി വിജയന്റെ മുഖം വിലക്കാനുള്ള PR എക്സർസൈസ് ടെലിവിഷനും പത്രങ്ങളും അവർ കൊടുത്ത അഡ്വർടൈസ്മെന്റുകളാണ് ഉള്ളത്. ഇതിനേറെ പറഞ്ഞ ചില സീരിയലുകളിൽ പോലും കണ്ടു അത്തരം അഡ്വർടൈസ്മെന്റുകൾ കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല. പറയുന്നത് എന്താ, പിണറായി വിജയന്റെ കാലത്ത് ആശുപത്രികളിൽ പോയി നോക്കി 5 സ്റ്റാർ ഹോട്ടൽ പോലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആശുപത്രികളാണ്. പക്ഷേ സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ജീവനോട് തിരിച്ചു വരാത്ത സാഹചര്യമാണ് ഇവിടെ. നമ്പർ 1, 2, 3, 4, 5 തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, അതുപോലെ പാലക്കാട്, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ്. ഇത് സത്യമല്ലേ? ആശുപത്രികൾ ജീവൻ രക്ഷിക്കുന്ന ആശുപത്രികൾ ആളെ കൊല്ലുന്ന ആശുപത്രികളാക്കി മാറ്റുന്നവരായി. അവിടെയാണ് പ്രചരണം പുറത്തെന്താണ് TV ആശുപത്രികൾ പിണറായി വിജയന്റെ കാലത്ത് ഇതുപോലെ മെച്ചപ്പെട്ട കാലം ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലിപ്പം ആളുകൾ ആരും നാട്ടിലില്ല. എങ്ങനെ നാട്ടിലുള്ള കുട്ടികൾ, അവരുടെ കുട്ടികളെല്ലാം വിദേശത്ത് പോവാണ്. അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടണം, ജോലി കിട്ടിയാൽ നല്ല ശമ്പളമാണ്. ഇത് രണ്ടുമില്ല. അപ്പൊ അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു. പ്രായമായ അച്ഛനമ്മമാർക്ക് താങ്ങാവേണ്ട കുടുംബത്തിൽ താങ്ങാവേണ്ട കുട്ടികൾ മിക്കവാറും ഇവിടെ കലാലയത്തിലെ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ 10 വർഷമായിട്ട് നടക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ബാക്കി പദമായിട്ട് കേരളം തൊഴിൽ സൗഹൃദ ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള സാധ്യത ഉണ്ടാകുന്ന സംസ്ഥാനം ഉണ്ടാകുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയാൽ 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ടായില്ല. കേരളത്തിൽ 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും അപ്പോയിന്റ്മെന്റ് ഇല്ല, നിയമനമില്ല. എത്ര അനുഭവങ്ങളുണ്ടായി, എത്ര ഈസ്റ്റുകൾ ആരെയും എടുക്കാതെ പാഴായിപ്പോയി. ഇത് PSC പരീക്ഷ എഴുതാൻ പാട് നമ്മുടെ കുട്ടികൾക്ക് എന്തുമാത്രം പാടാം. അതേ സമയത്ത് സ്വന്തം ബന്ധുക്കാരെ, പാർട്ടിയിലെ ബന്ധപ്പെട്ടവരെ തിരികെ കയറ്റി പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയതിന്റെ കാര്യത്തിൽ സർവകാല സർക്കാരാണ് ഈ സർക്കാർ. ഒരു ഭാഗത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ ജോലിയില്ല, മറുഭാഗത്ത് ബന്ധുക്കൾക്ക്, പാർട്ടിക്കാർക്ക് ഇവിടേക്ക് ചുറ്റുവട്ടം നോക്കി അറിയാനുണ്ട്. അവർക്കെല്ലാം 10 വർഷം ജോലിയാണ്. ഇന്ന് ഞാൻ വരുമ്പോ സാധാരണ വൈകുന്നേരമായ ചായ കുടിക്കാൻ ഹോട്ടൽ തുറക്കും. മിക്കവാറും സ്ഥലത്തെ ഹോട്ടലുകൾ കൂട്ടിക്കിടക്കുകയാണ്. ഗ്യാസ് ഇല്ല. തട്ടുകിടക്കാരൻ നമുക്ക് ചായ എന്ന് മാത്രമല്ല, എത്രയായിരക്കണക്കിന് ആളുകളാണ് തട്ടുകടയിൽ ജീവിക്കുന്നത്. ഹോട്ടലുകളിൽ എത്ര പേരാണ് ജോലി ചെയ്യുന്നത്. ഈ ക്രൈസിസ് തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. നരേന്ദ്രമോദി ഗവൺമെന്റ് സംഭാവന വലുതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് വിദേശ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസിസ് ഈ മൂത്ത രൂപത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. പാർലമെന്റിനകത്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും അതിശക്തമായിട്ട് അവരുടെ നയങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാത്രമേ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപകടം വരും അദ്ദേഹം പറഞ്ഞു. കടകൾ അടച്ചടക്കുകയാണ്, ഹോട്ടലുകൾ അടച്ചിരിക്കുകയാണ്. ഈ നാട്ടിൽ വലിയ ക്രൈസിസ് ഉണ്ടാകാൻ പോകണം, നടപടി വേണം. BJPയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിരുന്നു. കേരളം നടപടിയെടുത്തു. ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതുപോലുള്ള സ്ഥാപനങ്ങളും ഒരുപാട് മാതൃക കാട്ടിയ സ്ഥാപനങ്ങൾ ഇത്തരം ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസിനെ അതിജീവിക്കാൻ കരിഞ്ചന്തയിൽ ഗ്യാസ് കിട്ടും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, UPA ഭരിക്കുമ്പോൾ 400 ചില്ലാൻ രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് വില. ഇപ്പൊ 60 രൂപ ഏറ്റവും കൂട്ടിയിട്ട് 900 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അത് കൊമേഴ്സ്യൽ സിലിണ്ടറുകളാണെങ്കിലോ 2000 രൂപ വരെയുണ്ട്. കരിഞ്ചന്തയിലാണെങ്കിൽ 6000 രൂപ കൊടുത്ത് ചില എന്നോട് പറയല്ല, 6000 രൂപ കൊടുത്തിട്ടാണ് കരിഞ്ചന്തയിൽ സിലിണ്ടർ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് സമകാലത്ത് പൂർത്തിവെക്കുവാൻ കരിഞ്ചന്തക്കാരൻ ലാഭം എടുക്കാൻ ശ്രമിക്കും.
അത് തടയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? ഈ സർക്കാർ എന്ത് ചെയ്തു? നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. ജനകീയ പ്രശ്നങ്ങളിലും ജനങ്ങളുടെ പ്രയാസങ്ങളിലും ഇടപെടുന്ന സർക്കാർ അല്ല ഈ സർക്കാർ, പാവപ്പെട്ടവരുടെ സർക്കാർ അല്ല ഈ സർക്കാർ എന്ന് പല കാലത്തും തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, സർക്കാർ ജീവനക്കാരൻ എത്ര പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് അവർക്കൊന്ന് DA കിട്ടിയത്. നിങ്ങൾക്ക് DA കിട്ടിയത് ഉത്തരവാദിത്വം സർക്കാരിനല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ള സാഹചര്യത്തിലാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ DA കിട്ടുമോ? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയോ? ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് വെച്ചത്? ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു 4 ദിവസം മുമ്പ്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് എപ്പോഴായിരിക്കും? അടുത്ത ഗവൺമെന്റ് കാലം. അവരാണ് നടപ്പിലാക്കുന്നത്. DA ഇത് കൊടുക്കാൻ നമ്മൾ ആരായിട്ട് കൊടുക്കേണ്ടത്? അടുത്ത ഗവൺമെന്റ്. 10 കൊല്ലം ഭരിച്ചിട്ടും സർക്കാർ ജീവനക്കാരനെ ഓർമ്മിക്കാത്ത സർക്കാർ ഇപ്പൊ ജനം എഴുതി തള്ളും. അവർ ചവറ്റുകൊണ്ടിരിക്കുന്ന എറിയുമെന്ന് തോന്നിയപ്പോൾ അടുത്ത ഗവൺമെന്റിന്റെ ബാധ്യതയായി നിങ്ങൾ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ആർക്കും മനസ്സിലാവാൻ. കഴിഞ്ഞ 10 കൊല്ലക്കാലം സർക്കാർ ജീവനക്കാരനെ ശത്രുപക്ഷത്ത് നിർത്തിയ സർക്കാർ സ്വന്തം യൂണിയൻകാർക്ക് പോലും സന്തോഷമുണ്ടാവും. പറയട്ടെ, യൂണിയൻകാർ മനസ്സ് ഓർമ്മ പറയട്ടെ. സെക്രട്ടേറിയറ്റിലേക്കാർ പറയട്ടെ, ഇല്ല. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കൃഷിക്കാരനെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, വനിതകളെ എല്ലാം മറ്റൊരു സർക്കാരാണ് സർക്കാർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തലസ്ഥാനം നഗരം വിധിയെഴുതാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഏറ്റവും പ്രസക്തമായ കാര്യം മനസ്സിലാക്കുക. കട്ടിയൂർക്കാവിൽ വന്നാൽ തോന്നും, മൂന്നാമത് മുന്നണി കക്ഷി കൊണ്ടുവരികയാണ് BJP. ഞങ്ങൾ ഇന്നലെ ഇന്നും വളരെ വ്യക്തമായിട്ടുള്ള ഉറച്ച കാര്യത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. അത് കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഡീൽ നടന്നിരിക്കുന്നത് BJPയും CPM തമ്മിലാണ്. നിങ്ങൾക്കറിയാം, BJPയുടെയും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങൾ. CPM-ന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും BJPക്ക് ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് BJPക്ക് ഏറ്റവും ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, അവരുടെ പ്രവർത്തനം ഏറ്റവും നന്നായി നടക്കുന്ന മണ്ഡലങ്ങളിൽ CPM-ക്ക് ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. ഇത് വെറുതെ അല്ല, ഇത് പാർട്ടികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇത് പിണറായി വിജയനെ BJPയിലുള്ള അല്ലെങ്കിൽ മോഡിയോടുള്ള ഭയം കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം വഴി രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണെന്നുള്ള കാര്യം ഏറ്റവും നന്നായി CPM അണികൾക്കാണ്. അതുപോലെ BJPക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലാണെന്നുള്ള മനസ്സിലാക്കുക. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മലയാളത്തിലെ ഓടിക്കുന്നത് നാഷണൽ ചാനൽ, നാഷണൽ NDTV ഒരു ഇന്റർവ്യൂ ഞാൻ ബന്ധപ്പെട്ടു. സാധാരണ കൊടുക്കാറില്ല പിണറായി വിജയൻ. ഈ അഭിമുഖം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഡിമാൻഡ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്കറിയാം, ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത അറ്റാക്ക് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾക്കറിയാം, സാധാരണ ഇത്തരം ഇന്റർവ്യൂ കൊടുക്കാത്ത പിണറായി വിജയൻ NDTVക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി BJPയുടെ ഏജന്റാണ്. രാഹുൽ ഗാന്ധി BJPയുടെ ഏജന്റാണ്. പിണറായി വിജയൻ മോഡിയുടെ മുഖത്ത് നോക്കിയിട്ട്
ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാറ്, ഇന്ത്യയുടെ ഡാറ്റ മുഴുവൻ ചോർത്തിക്കൊടുത്ത ചെറുപ്പക്കാരനെ ചതിച്ച നിങ്ങൾ, കൃഷിക്കാരന് അമേരിക്കൻ കാർഷിക വിപണികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതികൾ ഫ്രീ ഹീറോ ചുങ്കം ചുമത്തിക്കൊണ്ട് ഇവിടുത്തെ കൃഷിക്കാരനെ ചതിച്ച നിങ്ങൾ, കൃഷിയിൽ നിന്നും ഒഴിവാങ്ങാനുള്ള തീരുമാനം നടപ്പിലാക്കില്ല എന്നുള്ള കരാർ അമേരിക്കയ്ക്ക് വേണ്ടി ഒത്തുകൊടുത്ത നിങ്ങൾ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയോട് സറണ്ടർ ചെയ്ത പ്രധാനമന്ത്രിയാണ് നിങ്ങൾ. സറണ്ടർ ചെയ്യുമെന്ന് മോദി അമേരിക്ക നോക്കിക്കൊണ്ട് പറഞ്ഞ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ. നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തു, നിങ്ങൾ 32 കേസെടുത്തു, പാർലമെന്റിൽ നിന്നും പുറത്താക്കി, വീട്ടിൽ നിന്നും പുറത്താക്കി. ഇപ്പോഴും ശക്തമായിട്ട് ഈ രാജ്യത്തെ തകർക്കാൻ വിഭജിക്കാൻ ശ്രമിക്കുന്ന മോദിക്കെതിരെ പിണറായി വിജയൻ 2ാം ജന്മം ജനിക്കണ്ടേ മോദിക്കെതിരെ അത്തരം ഒരു വാക്കുകൾ പറയാൻ ധൈര്യം. പിണറായി വിജയൻ ഇപ്പൊ സംസാരിക്കുന്നത് മോദിക്ക് വേണ്ടിയിട്ടാണ്. ആ സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിനും BJPക്കും മോദിക്കും താല്പര്യമുണ്ടെങ്കിൽ അവരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കണം. ഇതാണ് അവരുടെ കണ്ടീഷൻ. ഇതേ വിജയൻ തന്നെ മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ വിജയനെ ഓർമ്മിപ്പിക്കുകയാണ്. നാക്ക് വാടക എടുത്തിട്ട് സംസാരിക്കരുത്. അപ്പൊ BJPക്ക് വേണ്ടി സ്വന്തം നാക്ക് വാടക കൊടുക്കുന്ന ആളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെഴുതി എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇത് കേരളത്തെ തകർക്കാൻ വേണ്ടിയുള്ള കൂട്ടുകെട്ടാണ്. BJP ഒരു ഭാഗത്ത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. വട്ടിയൂർക്കാവിന്റെ പാരമ്പര്യം നമുക്കറിയാം. എത്ര ശാന്തമായിട്ടാണ് ഈ മണ്ണിൽ ജനങ്ങൾ ജീവിക്കുന്നത്. എല്ലാ സമുദായവും എല്ലാ സമൂഹവും ഉണ്ട്. ആരാധനാലയങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പ്രസംഗിക്കുന്നുണ്ടായി. ആറ്റുകാൽ മുമ്പാതെയുള്ള സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സഹോദരിമാർ വരുമ്പോൾ തൊട്ടടുത്ത ക്രൈസ്തവ ദേവാലയങ്ങളിലും അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വരുന്ന പുരോഹിതന്മാരും മുസ്ലിം ദേവാലയങ്ങളിൽ നിന്ന് ഇറങ്ങിയത് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന മുസ്ലിം മുറമണ്ണിലും. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളത് കൃത്യമായിട്ട് 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത്. BJPക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് CPM ആണ്. അതുകൊണ്ട് ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. ഈ നാട് കാത്തിരിക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടി. കേവലം ഇവരുടെ തെറ്റുകൾ മാത്രമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വന്ന ജനങ്ങൾ ചോദിക്കും നിങ്ങളൊക്കെ ശരിയാണ്, ഇവർ ഇതൊക്കെ കുഴപ്പം കാണിക്കും, ഇനി നിങ്ങൾ വന്നാൽ എന്താ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ നാട് മാറ്റി ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരും. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരും ദിവസങ്ങളിൽ ഒരു ചെക്ക് വരാൻ വേണ്ടി പോവാണ്. UDFന്റെ ചെക്ക്, നേതാക്കൾ ഉൾപ്പെട്ട ചെക്ക്, ഗ്യാരണ്ടി കാർഡ്. 5 ഗ്യാരണ്ടികൾ നമ്മൾ പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് കളിയാക്കാണ് CPM സഖാക്കൾ. ആര് കളിയാക്കിയാലും കേൾക്കില്ല. നമ്മുടെ സഹോദരിമാരോട് ഇരിക്കുന്നുണ്ടല്ലോ. മെയ് മാസം 15 കഴിഞ്ഞാൽ എഴുതി വെച്ചോ, ഇത് നയ പൈസ കയ്യിലില്ലാതെ നിങ്ങൾക്ക് കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാ പറയുന്നത്. ഞങ്ങൾ വെറുതെ പറഞ്ഞത് ഞങ്ങൾ കർണാടകത്തിൽ നടപ്പിലാക്കി, തെലങ്കാനയിൽ നടപ്പിലാക്കി. ഇത് KSRTC നഷ്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. എന്ത് ചോദ്യം? മുഖ്യമന്ത്രിയുടെ മുഖമൊന്നും എനിക്ക് കാണിക്കാൻ, കള്ളപ്രചരണങ്ങൾ സത്യമാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കോടിയാണ്, എത്ര കണക്കിന് കോടിയാണ് നിങ്ങൾ പൊതുജനങ്ങൾക്ക് നിലപാടുന്നത്? ഇല്ലാത്ത പണം സർക്കാർ ഖജനാവിൽ എടുക്കുന്നത് പരസ്യത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ നിൽക്കുന്നു. പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്താൽ KSRTC മുറിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. KSRTC മുറിയില്ല. KSRTCക്ക് ആ യാത്രയുടെ പൈസ സർക്കാർ കൊടുക്കുന്ന പദ്ധതിയായിരിക്കും. ഫലത്തിൽ KSRTC ശക്തിപ്പെടാൻ പോവാണ്. സഹോദരിമാരെ KSRTC യാത്ര ചെയ്യും. അവർക്ക് വരുമാനം വർദ്ധിക്കാനില്ല അങ്ങോട്ട് പോകുന്നത്.
അതുപോലെ തന്നെയാണ് പെൻഷൻ. 2500 പെൻഷൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞാൽ എത്രയൊക്കെ പെൻഷൻ കിട്ടുന്നത് 2000 രൂപ. അതും 2 മാസം 2000 രൂപ. അതിന് മുമ്പ് 1600 UDF വന്നാൽ ജൂൺ മാസം മുതൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്ന കാര്യം ഞാൻ ഉറപ്പുവരുത്താം. അതുപോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ചെറുപ്പക്കാരായ ആളുകൾക്ക് വ്യവസായം തുടങ്ങാൻ നമ്മുടെ കുട്ടികൾ വന്നാൽ 5 ലക്ഷം രൂപ ഇൻഡസ്ട്രി ലോൺ കൊടുക്കാൻ തീരുമാനിച്ച അവരെ സ്വയം ശക്തരാക്കണം, അവരെ സഹായിക്കണം. അവർ 2-3 ജോലി കൊടുക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരണം. 1000കണക്കിന് സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കൊണ്ടുപോകണം. 1000 രൂപ നമ്മുടെ സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക്, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ അവർക്ക് പോക്കറ്റ് മണിയായ 1000 രൂപ വീതം നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനമാണ് മറ്റൊരു തീരുമാനം. ഏറ്റവും പ്രധാനമായ തീരുമാനം. ഇപ്പൊ ക്യാൻസർ വന്നാൽ നമ്മുടെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. ക്യാൻസർ വന്നാൽ ഹാർട്ട് സർജറിക്ക് പ്രശ്നം ഉണ്ടായാൽ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നാൽ, അങ്ങനെ മാരകമായ അസുഖങ്ങൾ വന്ന് ആശുപത്രികളിൽ കിടന്ന് സർജറിക്ക് വേണ്ടി വന്നാൽ 25 ലക്ഷം 30 ലക്ഷം രൂപ സാധാരണക്കാരൻ സ്വപ്നം പോലും കാണാൻ കഴിയില്ല. സർക്കാർ ആശുപത്രിയിൽ സൗകര്യമില്ല, തീയതിയില്ല, ഡേറ്റില്ല. നേരെ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതലാണ് പാവപ്പെട്ടവർ. അതൊക്കെ രക്ഷയില്ല. അവസാനം കടം വാങ്ങിക്കും, അതിനും കഴിയില്ല. ഡെഡ് ബോഡി പോലും തിരിച്ചു കിട്ടാതെ ആശുപത്രിക്കാരുടെ മല്ലടികളുടെ ചിത്രമാണ് കേരളത്തിലെ ഏറ്റവും ബീഭത്സമായ ചിത്രം. നമുക്ക് എല്ലാവർക്കും ഇതിനകത്താണ് നമ്മുടെ നേതാവ്, പാവപ്പെട്ടവനോട് കരുണ കാണിച്ച നേതാവ്, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള ഇൻഷുറൻസ് 25 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഉജ്ജ്വലമായ സ്കീം. ഇത് വെറും വീഴ്വാക്കല്ല. ഇതെല്ലാം ഗ്യാരണ്ടികളായി കാർഡായി നിങ്ങളുടെ കൈകളിലേക്ക് വരും. നിങ്ങൾ വീടുകളിലെത്തിച്ച് ജനങ്ങളോട് പറയുക, ഇതാണ് UDF നൽകാൻ വേണ്ടി പോകുന്നത്. മാനിഫെസ്റ്റോയിൽ എല്ലാ തലത്തിലുമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ മാനിഫെസ്റ്റോമായി വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വട്ടിയൂർക്കാവിൽ ഈ പ്രാവശ്യം കാണുന്ന ഈ വലിയ മാറ്റം, കേരളത്തിൽ കാണുന്ന വലിയ മാറ്റം, ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിലേക്ക് നമുക്ക് പോകാം. വട്ടിയൂർക്കാവ് നമ്മൾ ജയിക്കും, കേരളം നമ്മൾ ഭരിക്കും. മുരളീധരൻ ആ ഭരണത്തിന്റെ ഭാഗമായി കേരളത്തിലുണ്ടാകും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് അവസാനിക്കും. ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. ഈ ഒരു ശസ്ത്രക്രിയ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കത്രിക ഫ്രീയ. വയറ്റിൽ ഒരു കത്രിക വെച്ചാണ് രോഗികളെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗികളെ പറഞ്ഞയക്കുന്നത്. ഡോക്ടർമാർ പോലും ഈ ഗവൺമെന്റിന്റെ വാഴ്ത്തുപാട്ടുകാരായി മാറി. ഡോക്ടർ എഴുതാൻ പിന്നപ്പോഴുള്ളവർ പറയുന്നത് 50 കൊല്ലം വയറ്റിലിരുന്നാലും വയറ്റിനകത്ത് തന്നെ കിടന്നോളും, കുഴപ്പമൊന്നുമില്ല, കത്രിക മറ്റൊന്നും ചെയ്യില്ല, ആയുസ്സിലൊന്നും കുഴപ്പം വരില്ല. വല്ലപ്പോഴും മൂത്രം ഒഴിക്കുമ്പോ ഇത്തിരി ചോര വരും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല.
അങ്ങനെയൊക്കെ പറയുന്ന ഡോക്ടർമാരും പിണറായിയുടെയും നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെയും അതേ സംസ്കാരം തീർച്ചയായിട്ടും ഏറ്റുപാടുകയാണ്. ഇവിടെ സമസ്ത രംഗങ്ങളും ഈ ഗവൺമെന്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുത്തുവാള എടുപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ പുതിയ യാത്രയുടെ സമാപനത്തിലെത്തി നമ്മളോടൊരു കാര്യം പറഞ്ഞു. 5 വാഗ്ദാനങ്ങൾ. അത് പ്രചരിപ്പിക്കാൻ തീർച്ചയായും നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. മെയ് മാസം 15-ാം തീയതി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമില്ല. 100 സീറ്റുകളുമായി UDF കൈകാര്യം ചെയ്യും. തീർച്ചയായും നമ്മുടെ പ്രതിനിധി അന്ന് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. വട്ടിയൂർക്കാവിന്റെ പ്രതിനിധി തീർച്ചയായും മന്ത്രിസഭയിൽ ഉണ്ടാകണം. എങ്കിലേ വട്ടിയൂർക്കാവിലെ നമ്മുടെ വികസന പദ്ധതികൾ പരിപാടികൾ പൂർത്തീകരിക്കട്ടെ. മെയ് മാസം 15-ാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർക്ക് KSRTC ബസ്സിൽ വെറുതെ കയറാം. ഒരു ലൈസൻസ് കൊടുക്കില്ല, ആരും കൊടുക്കില്ല, ആരും ഒരു ലൈസൻസ് കൊടുക്കില്ല. ടിക്കറ്റ് വേണ്ട. ഭാഗ്യവതിയുള്ള നമ്മുടെ സ്ത്രീജനങ്ങൾ അല്ലേ? അതുപോലെ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ, അവർക്ക് എല്ലാ മാസവും 1000 രൂപ പോക്കറ്റ് മണി. ചെറിയ കാര്യങ്ങളൊന്നുമല്ല. രാജ്യത്ത് നമ്മൾ കൊണ്ടുവരുന്ന വാഗ്ദാനങ്ങൾ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്ന് സംശയം ഏഷ്യാനെറ്റിന്റെ ദേവു നമ്മുടെ കുടുംബശാലയിൽ വിളിച്ചു. അദ്ദേഹം കത്ത പറയുന്നത് പോലെ എങ്ങനെ നടപ്പാക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റിന് തീർച്ചയായും ഈ കാഴ്ച വാഗ്ദാനങ്ങളിൽ പലതും നടപ്പാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി വരുന്നു. ഏറ്റവും ജനപ്രിയനായ നേതാവ് ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേര് പാവങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ലഭിക്കത്തക്കമുള്ള ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി UDF ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്കായി 5 ലക്ഷം രൂപയുടെ വായ്പ ചെറുപ്പക്കാർക്കായി വരുന്നു. നമ്മൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കൈതലെടുത്ത ഒരു പ്രയാണം ചെയ്യാം. ഇതുവരെ UDF LDF ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. ആദ്യമായി നമ്മൾ വയസ്സന്മാർക്ക് വേണ്ടി ഒരു വകുപ്പ്, വയോജന വകുപ്പ് ആദ്യമായി രൂപീകരിക്കാൻ പോകും. ഇതിന് ശരി കാര്യമാണോ? ഇതൊക്കെ ഏറെ പ്രിയങ്കരമായ വട്ടിയൂർക്കാവിന്റെ സ്വന്തം എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ നാട്ടിൽ നിന്ന് മുരളിച്ചേക്ക എന്ന വിളി കേൾക്കുമ്പോൾ അദ്ദേഹത്തെ എത്രമാത്രം ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ. എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ സാധാരണ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറയാറുള്ള നമ്മുടെ നാട്ടിൽ സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ട് എന്ന്. എന്നാൽ പിണറായി വിജയന്റെ നാവിൽ വികട സരസ്വതിയാണ് നൃത്തം ചെയ്യുന്നത് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഏറെ പ്രിയങ്കരനായ കൊല്ലത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ മുന്നണിയിൽ വന്ന പ്രേമചന്ദ്രനെ പരമാറി എന്ന് വിളിച്ച പിണറായി ഇന്നലെ ഇവിടെ മോഹനം പറഞ്ഞുകൂടെ 10-60 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിപിടിച്ച് ഒരു സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് അവഗണിക്കാനാവാത്ത നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തെ ഇന്നലെ വിളിച്ചത് ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. 60 വർഷം സുധാകരനെ കൊണ്ടുനടന്ന പിണറായി ഇന്നലെ വിളിച്ചിരിക്കുന്നു ചെറ്റയെന്നാണ്.
അതിന് മറുപടി ഇന്ന് സുധാകരൻ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, ഈ മലയാള നിഘണ്ടു പിണറായിക്ക് അറിയില്ല എന്നാണ്. അതിനകത്ത് ചെറ്റ എന്ന വാക്കിനൊരർത്ഥമുണ്ട് എന്നാണ് സുധാകരൻ പറയുന്നത്. ചെറ്റ കുടിലിൽ ജനിച്ചവൻ അവനാണ് ചെറ്റ എങ്കിൽ അത് ഞാനാണ് എന്ന് പറയാൻ. അപ്പൊ എന്തും പറയാനുള്ള ആരെയും പണ്ട് നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാലം പ്രസംഗിച്ചതാണ്. നമ്മുടെ വൈദികന്മാരെ വിളിച്ച തെരുകൾ, അത് കഴിഞ്ഞ് അതിരൂപതയ്ക്ക് അതിരൂപത എന്ന് പറഞ്ഞ എല്ലാം നമ്മൾ പറഞ്ഞു. ഇതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനം. കഴിഞ്ഞ 9-10 വർഷക്കാലമായി കേരളം എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ 10 വർഷം ജനങ്ങളെ കുത്തുവാനേൽപ്പിച്ച ഒരു ഭരണമുണ്ടായിരുന്നു ഇവിടെ. പിണറായി വിജയന്റെ ഭരണം. ആ ഭരണത്തെ താഴെയിറക്കി കേരളത്തെ മുടിച്ച, കേരളത്തെ തകർത്ത, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത ഈ ഭരണം ഇല്ലാതാക്കണം. പ്രതിപക്ഷ നേതാവ് ആദരണീയനായ ശ്രീ വി. സതീശൻ പറഞ്ഞതുപോലെ ഉച്ച വെച്ച് കിടക്കുന്ന ഈ ഖജനാവിൽ നമ്മൾ പണം നിറയ്ക്കും. അതിന് നിറയ്ക്കാനുള്ള പദ്ധതികളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടാക്സ് കളക്ഷനൊക്കെ സിമുലേറ്റ് ചെയ്യും, ഭംഗിയായി ടാക്സ് ഒക്കെ കളക്ട് ചെയ്യും. ഇപ്പൊ കളക്ഷൻ ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം സ്വർണത്തിന്റെ ഒരു എക്സാമ്പിൾ പോലും പറഞ്ഞു. 2000-ലെ സ്വർണ്ണ വില 500, അന്നത്തെ 500 നേരത്തെ നമ്മളിപ്പോ പത്രസമ്മേളനം കണ്ടു, കുഞ്ഞികൃഷ്ണന്റെ പത്രസമ്മേളനം കണ്ടു, ടി കെ ഗോവിന്ദന്റെ പത്രസമ്മേളനം കണ്ടു. ടി കെ ഗോവിന്ദന്റെ പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാർട്ടി ക്ലാസ് ആയി അല്ലേ? ഒരു പാർട്ടി ക്ലാസ് പോലെ അത് എന്തെല്ലാം തുറന്നു പറഞ്ഞു. ആ പാർട്ടിയിലെ ജീർണത മുഴുവൻ തുറന്നു പറഞ്ഞ ആ പത്രസമ്മേളനം കേരളീയർ മുഴുവൻ ചാനലുകൾ കണ്ടു. ഈ പാർട്ടിയെ തുറന്നു കാട്ടാൻ അവിടെയുള്ള ആളുകൾ തന്നെ രംഗത്തേക്ക് നീങ്ങി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ധാരാളം പ്രസംഗർ ഇവിടെയുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ മുരളീധരന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ ആദരണീയനായ നേതാവ്, നമ്മുടെ അഭിമാനമായ, നമ്മുടെ എക്കാലത്തെയും പ്രതീക്ഷയായ ശ്രീ കെ മുരളീധരനെ വിജയത്തിലകമണിയിക്കാൻ, വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ നന്നായി പണിയെടുത്താൽ മാത്രമേ തീർച്ചയായും നമുക്ക് അനായാസ വിജയമൊന്നും പ്രതീക്ഷിക്കരുത്. നന്നായി പണിയെടുക്കണം. നന്നായി പണിയെടുത്തില്ലെങ്കിൽ ഓരോ വീട്ടിലും പോകണം. ശ്രീ കെ സി വേണുഗോപാൽ വട്ടിയൂർക്കാവിലെ എംഎൽഎയായിരിക്കെ മണ്ഡലത്തിൽ വികസനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിച്ച ശ്രീ കെ മുരളീധരൻ മരുന്നുകുഴി പാലം, കുട്ടമക്കടവ് പാലം, മുറിഞ്ഞപാലം തുടങ്ങിയവ സമയബന്ധിതമായി നിർമ്മിച്ച് മണ്ഡലത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയ ശ്രീ കെ മുരളീധരൻ 12 കോടി ചിലവിൽ ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിൽ ദേശീയ ഡാൻസ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കിയ ശ്രീ മുരളീധരൻ മണ്ഡലത്തിലെ എല്ലാ സ്ത്രീകൾക്കും കേരളനാട് ദേശീയ സംസ്ഥാനത്തിന് സംഭാവന ചെയ്ത പേരൂർക്കട കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ ശ്രീ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബഹുമാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും കൺവെൻഷനിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വട്ടിയൂർക്കാവിലെ എംഎൽഎയായിരിക്കെ മണ്ഡലത്തിൽ വികസനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിച്ച ശ്രീ കെ മുരളീധരൻ മരുന്നുകുഴി പാലം, കുട്ടമൻകടവ് പാലം, മുറിഞ്ഞപാലം തുടങ്ങിയവ
സമയബന്ധിതമായി നിർമ്മിച്ച് മണ്ഡലത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയ ശ്രീ കെ മുരളീധരൻ 12 കോടി ചിലവിൽ ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൽ ദേശീയ ഡാൻസ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കിയ ശ്രീ മുരളീധരൻ സ്വാതന്ത്ര്യ സമര സ്മാരകം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ച കെ മുരളീധരൻ ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മിച്ച് കായിക പ്രതിഭകൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ച കെ മുരളീധരൻ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും നമ്മുടെ നാട് ഈ പിണറായി ഗവൺമെന്റ് കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടൽ ഒഴിച്ചിരിക്കുന്നു. ശ്രീ EMS നമ്പൂതിരിപ്പാട് മുതൽ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചിരുന്ന 12 മുഖ്യമന്ത്രിമാർ, 21 ക്യാബിനറ്റുകൾ നമ്മുടെ നാടിന് ആകെ ഉണ്ടാക്കി വെച്ച കടം ഏതാണ്ട് 1,57,000 കോടി രൂപയായി. പക്ഷെ ഇന്ന് പൂർത്തിയാകുമ്പോൾ ആ 1.5 ലക്ഷം കോടി 6 ലക്ഷത്തിലേക്ക് വളർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഒഴിച്ചു നിർത്തിയാൽ തന്നെ 4,88,000 കോടിയുള്ളൂ. കിഫ്ബിയും കൂടെ ചേരുമ്പോ ആ 4 ലക്ഷം കോടിയായിട്ട് ഇന്നലെ തിരിച്ചു വീഴുന്ന ഓരോ പിഞ്ചു കുഞ്ഞും ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടക്കാരിയായി കേരളത്തിൽ ചേച്ചി ചെയ്യുക. എന്ത് ചെയ്തിട്ടാണ് ഈ കടം? ആർക്കെങ്കിലും 10 പൈസ ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? സാമൂഹ്യക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഒരൽപ്പം തുക വർദ്ധിപ്പിച്ചത്. എന്നിട്ടും അത് 2,000 ബാക്കിയില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാറില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അധികാരം ഒഴിഞ്ഞപ്പോ ഒരു DA ഉത്തരവിറക്കി 10% കൂടെ ഒരു ശ്രീ KC വേണുഗോപാൽ എല്ലാ ജനാധിപത്യ ശാസ്ത്രങ്ങളെയും വട്ടിയൂർക്കാവിലെ MLA ആയിരിക്കെ മണ്ഡലത്തിൽ വികസനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിച്ച ശ്രീ കെ മുരളീധരൻ മരുവൻകുഴി പാലം, കുട്ടമക്കടവ് പാലം, മുറിഞ്ഞപാലം തുടങ്ങിയവ സമയബന്ധിതമായി നിർമ്മിച്ച് മണ്ഡലത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയ ശ്രീ കെ മുരളീധരൻ 12 കോടി ചിലവിൽ ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൽ ദേശീയ ഡാൻസ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കിയ ശ്രീ മുരളീധരൻ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും സമയങ്ങൾ
വൈകുന്നേരം 5-ന് പേരൂർക്കട കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ ശ്രീ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബഹുമാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും കൺവെൻഷനിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വട്ടിയൂർക്കാവിലെ MLA ആയിരിക്കെ മണ്ഡലത്തിൽ വികസനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിച്ച ശ്രീ K മുരളീധരൻ മരുതൻകുഴി പാലം, കുണ്ടമൺകടവ് പാലം, മുറിഞ്ഞ പാലം തുടങ്ങിയവ സമയബന്ധിതമായി നിർമ്മിച്ച് മണ്ഡലത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയ ശ്രീ K മുരളീധരൻ 12 കോടി ചിലവിൽ ഗുരു ഗോപിനാഥ് നടുവ് ഗ്രാമത്തിൽ ദേശീയ ഡാൻസ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കിയ ശ്രീ മുരളീധരൻ സ്വാതന്ത്ര്യ സമര സ്മാരകം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ച K മുരളീധരൻ ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മിച്ച് കായിക പ്രതിഭകൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ച K മുരളീധരൻ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും